പാലക്കാട് മണ്ണാർക്കാട് നജാത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ റാഗിംഗ് പരാതി. 2ാം വർഷ BBA വിദ്യാർത്ഥിയാണ് റാഗിങ്ങിന് ഇരയായത്. ഷർട്ടിന്റെ മുകളിലത്തെ ബട്ടൺസ് ഇടാത്തതിനാണ് മർദ്ദനം. സംഭവത്തിൽ 3 വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തു. മണ്ണാർക്കാട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കോളേജ് വിട്ടിട്ട് കയറി വരികയായിരുന്നു. 4 പയ്യന്മാരുണ്ട്. 4 ആളും ബട്ടൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ഷർട്ടിൻ്റെ ഫസ്റ്റത്തെ ബട്ടൺ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോളേജിൻ്റെ ഫൈനൽ ഇയർസിൻ്റെ കുറച്ച് ചെക്കന്മാർ വിളിച്ചു, ഇത് ബട്ടൺ ഇടാൻ പറഞ്ഞു. പിന്നെ ഇടൂലെന്ന് പറഞ്ഞാൽ തലയും കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ ബട്ടൺ ഇടൂലേ, ഈ ബട്ടൺ ഇടാതെ ഇവിടെ പോകില്ല, എന്നാൽ ഈ പോണത് നമുക്കൊന്ന് കാണുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കര വൃത്തിയുടെ ഭാഷയിൽ നല്ല തെറി പറഞ്ഞു. ബട്ടനിടാതെ ഇവിടുന്ന് പോകില്ലെന്ന്, കോളേജ് വിട്ട് 6 മണി 7 മണി വരെ ഇവിടുന്ന് ബട്ടനിടാതെ പോകില്ല എന്ന് ഞങ്ങളെ തമ്മിൽ എന്തിനാ അവിടെ നിൽക്കുന്നതിനൊക്കെ പറഞ്ഞൊരു ഭയങ്കര മോശമായിട്ട് പെരുമാറി. അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കാതെ വന്നിട്ട് ചിരി കടിച്ചു. പാലക്കാട് നിന്ന് അജിത് ബാബു ഉണ്ട്. അജിത്ത്, ഷർട്ടിന്റെ ബട്ടൺ ഇട്ടിട്ടില്ല, മുടി വെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായി ഷേവ് ചെയ്തിട്ടില്ല, ഇങ്ങനെയൊക്കെ പലവിധ കാരണങ്ങൾ പറഞ്ഞ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി റാഗിംഗ് പരാതികളാണ് നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത്. അവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്താണ്? എന്നാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? കേസ് അന്വേഷണം ഏത് ഘട്ടത്തിലാണ്? സംഗീത, ഇതിൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതായത് ഇതൊരു ഗ്യാങ് റാങ്കിങ് ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ സംഘം, ഈ റാഗ് ചെയ്ത സംഘം അറാത്തൻസ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിൽപ്പെട്ട, കോളേജിൽ തന്നെയുള്ള അറാത്തൻസ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിൽപ്പെട്ട സംഘമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ 3 പേർ കൂടി ചേർന്നിട്ടാണ് ഇത്തരത്തിൽ റാഗ് ചെയ്തത്. അതിൻ്റെ പിന്നീട് ഈ കോളേജിൽ പരിശോധന നടത്തിയത് ഇതൊരു റാഗിങ് ആണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് സലാം, അതുപോലെ തന്നെ മുഹമ്മദ് ഇജ്ലാൽ, അദിഖ്, സമാൻ എന്നീ 3 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്ക് കോളേജ് കടന്നിട്ടുണ്ട്. മാത്രമല്ല, പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. പോലീസ് ഈ മിൻലാജിന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. 3ാം വർഷ വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ 2ാം വർഷ വിദ്യാർത്ഥിയെ ക്രൂരമായി ബട്ടൺസിന്റെ പേര് പറഞ്ഞ്, ബട്ടൺസ് ഇടാത്തതിന്റെ പേര് പറഞ്ഞ് മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഇതിനോടകം തന്നെ ഉയർന്നിട്ടുള്ളത്. സംഗീത. ശരി അജിത് ബാബു, വ്യക്തമാണ്.